ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജയിലിൽ തടവ് പുള്ളിയായിരിക്കുന്ന ഒരു മനുഷ്യന് ആ രാജ്യത്തെ രാജാവിൻ്റെ പക്കൽ നിന്നും ഒരു വിളി വരികയാണ്. അതെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ ജയിലിലായിരുന്ന യോസേഫിനാണ് ഇങ്ങനെ ഒരു വിളി ലഭിച്ചത്, വ്യത്യസ്തമായൊരു വിളി. അതെ, എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അന്നത്തെ രാജാവായ ഫറവോൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആ രാജ്യത്തെ ശ്രേഷ്ഠന്മാർക്കോ അവിടെയുള്ള ആഭിചാരകന്മാർക്കോ സാധിക്കാത്തത് കൊണ്ട് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവം കാണിച്ചു കൊടുത്ത സ്വപ്നത്തെ പിന്തുടർന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ ആയിരിക്കുന്ന യോസേഫിനെ വിളിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ യോസേഫ് ആ വിളി സ്വീകരിച്ച് കൊട്ടാരത്തിൽ പോയി ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയും പിന്നത്തേതിൽ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആ കൊട്ടാരത്തിൽ അവിടുത്തെ രാജാവായ ഫറവോന് കീഴിൽ രണ്ടാം സ്ഥാനീയനായി പ്രധാനമന്ത്രിയാകുന്ന കാഴ്ചയാണ്. തടവ് പുള്ളി എന്ന സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് വേഗത്തിൽ ദൈവത്താൽ ഉയർത്തപ്പെടുന്ന മനോഹരമായ അനുഭവം നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിൽ നിന്ന് ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും ഒന്നും നടക്കാതെ അതിന് യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് തോന്നുമാറാക്കുന്ന സ്ഥിതിയിലായിരിക്കും നിങ്ങളായിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് നിശ്ചയമായും അവിടെ നിങ്ങൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു തക്ക സമയമുണ്ട്. അതുവരെ കാത്തിരിക്കുക, താണിരിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നീതി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. മനുഷ്യർ നിങ്ങളുടെ അന്യായം ചെയ്യുമ്പോൾ, അനീതി പ്രവർത്തിക്കുമ്പോൾ നീതിമാനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുകയും അനുഗ്രഹത്തിനായുള്ള മാർഗം നിങ്ങൾക്ക് തുറന്നു തരികയും ചെയ്യും. ദൈവ ഈ ദിവസങ്ങളെ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.